പക്ഷേ ഇറാന്റെ ഈ പരമോന്നത നേതാവിനു വേണ്ടി നമ്മുടെ നാട്ടിലും ഒരു ഹർത്താലൊക്കെ നടക്കുമായിരുന്നു. നാളെ ഇവര് വിശുദ്ധ ഹർത്താൽ പ്രഖ്യാപിക്കുമായിരുന്നു. എന്നിട്ട് കുറെ കടകളും കുറെ വീടുകളും കുറെ വാഹനങ്ങളും ഒക്കെ അട്ടിച്ച് നിരത്തി നശിപ്പിച്ച് എന്നിട്ട് ഇവര് വളരെ ഭീകരമായ ഒരു അന്തരീക്ഷം സൃഷ്ടിച്ചിട്ട് ഞങ്ങൾ ഇറാനോടൊപ്പമാണെന്ന് പറയുമായിരുന്നു. ഇറാൻ ഇത് അറിയത്തുപോലുമില്ല. ഇപ്പോ എന്തിനു വേണ്ടിയായിരുന്നു 1921 ഇവിടെ ഇത് സംഭവിച്ചത് എന്നറിയുന്നതിന് മുമ്പ് ഈ തുർക്കിയും ഇന്ത്യയും തമ്മിൽ എന്താണ് ബന്ധം? ഒന്നുമല്ല, മുറിയന്മാർ, അത്രേ ഉള്ളൂ. കാരണം ലോകത്തുള്ള സകലമാന മുറിയന്മാരും ഞങ്ങളുടെ സ്വന്തക്കാരാണ് എന്ന് ചിന്തിക്കുന്ന മലപ്പുറത്തെ അതല്ലെങ്കിൽ കേരളത്തിലെ കുറച്ചു തുക്കടാച്ചി മുസ്ലിങ്ങളുണ്ട്. അപ്പൊ അവര് 1921 ഒന്നും കൂടി ഞങ്ങൾ ആരംഭിക്കും എന്നൊക്കെ പറഞ്ഞിട്ട് വീഡിയോ ഇടും. ആ വീഡിയോ എന്തെങ്കിലും ഞാൻ കാണിച്ചു തരാം. അതായത് ഇസ്ലാമിക ഭരണം സ്ഥാപിക്കുക, ഖിലാഫത്ത് ഭരണം. അതായത് പ്രവാചകൻ ഇസ്ലാമിന്റെ നേതാവാണല്ലോ. അപ്പൊ ഇസ്ലാമിക ഭരണമാണ് പ്രവാചകൻ മുന്നോട്ട് വെച്ചിരുന്നത്, ഖിലാഫത്ത്, ഖലീഫയുടെ ഭരണം. അപ്പോ ലോക മുസ്ലിങ്ങൾക്ക് മുഴുവനും ഓരോ കാലഘട്ടത്തിലായി ഖലീഫമാരുണ്ടാകും. 1-ാം ഖലീഫ അബൂബക്കർ, 2-ാം ഖലീഫ ഉമർ, 3-ാം ഖലീഫ ഉസ്മാൻ, 4-ാം ഖലീഫ അലി, ഇങ്ങനെ. അതിനുശേഷം കുറച്ച് ഉമവിയ ഭരണം, പിന്നെ അബ്ബാസികൾ, അത് കഴിഞ്ഞിട്ടാണ് ഓട്ടോമൻ തുർക്കികൾ വരുന്നത്. 1-ാം ലോക മഹായുദ്ധത്തിന് തിരികൊളുത്തുന്ന സമയത്ത് തുർക്കി സാമ്രാജ്യം നിന്നത് ജർമ്മനിക്കൊപ്പം ബ്രിട്ടന്റെ എതിർപക്ഷത്തായിരുന്നു. അതുകൊണ്ട് ബ്രിട്ടന്റെ അണ്ടറിലുള്ള എല്ലാ മുസ്ലിങ്ങളും ധർമ്മസങ്കടത്തിലായി. പക്ഷെ യുദ്ധത്തിൽ ബ്രിട്ടനും കക്ഷികളും ജയിച്ചാലും തുർക്കി ഖലീഫയുടെ സ്ഥാനത്തിനോ മഹത്വത്തിനോ ഒരു ക്ഷതവും സംഭവിക്കില്ല എന്ന് ബ്രിട്ടൻ വാക്ക് നൽകി. പക്ഷെ യുദ്ധം കഴിഞ്ഞപ്പോ തുർക്കി സാമ്രാജ്യത്തിന്റെ പതനമായിരുന്നു. അങ്ങനെ ബ്രിട്ടനും കൂട്ടരും ഖലീഫ സ്ഥാനം റദ്ദാക്കി. 6-ാം നൂറ്റാണ്ടിന്റെ ഗോത്ര പുസ്തകത്തിലെ നിയമം ഇന്ന് നടപ്പിലാക്കണമെന്ന് വിചാരിച്ചാൽ കഴിയുന്ന കാര്യമില്ല. തലയ്ക്കകത്ത് ആള് താമസമുള്ളവർ അതിനെയൊക്കെ വലിച്ചെറിയത്തേ ഉള്ളൂ. അങ്ങനെ തുർക്കി സുൽത്താനെ സ്ഥാനഭ്രഷ്ടരാക്കി ആര്? ബ്രിട്ടൻ. ഇത് ലോക മുസ്ലിങ്ങളിൽ ഭയങ്കരമായ ദുഃഖവും പരിഭ്രാന്തിയും ഉളവാക്കി. ആലോചിക്കണം, ബ്രിട്ടൻ തുർക്കിയിലെ അധികാരിയെ സ്ഥാനഭ്രഷ്ടനാക്കിയപ്പോൾ ഈ ഏറനാട്, വള്ളുവനാട്, മലബാർ പ്രദേശങ്ങളിൽ കിടന്ന ഹിന്ദുക്കൾ എന്ത് തെറ്റാണ് ചെയ്തത്? അവരെ വെട്ടിയരിഞ്ഞു തുവൂർ കിണറിലെറിയാൻ. സ്വാഭാവികമായും അതിന്റെ ഒരു പ്രതിഫലനം കേരളത്തിലെ മുസ്ലിങ്ങളിലും ഉണ്ടായി, ഇന്ത്യയിലെ മുസ്ലിങ്ങളിൽ മുഴുവനും ഉണ്ടായി. അങ്ങനെയാണ് ഇസ്ലാം മത വികാരം എന്ന് പറഞ്ഞാൽ വളരെ പെട്ടെന്ന് വ്രണപ്പെടുന്ന ഒരു വികാരമാണ്. എന്നിട്ട് ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിൽ മുസ്ലിങ്ങളെ കൂടുതൽ പങ്കെടുപ്പിക്കാനും ഹിന്ദു മുസ്ലിം ഐക്യം ഊട്ടിയുറപ്പിക്കാനും ഒരു അവസരം എന്ന നിലയ്ക്കാണത്രേ ഗാന്ധിജി നിസ്സഹകരണ പ്രസ്ഥാനവുമായി ഖിലാഫത്തിനെ കൂട്ടിക്കെട്ടിയത്. അല്ല, അതിന്റെ പിന്നിൽ ഗാന്ധിജിക്ക് പ്രത്യേകമായിട്ടുള്ള ചില അജണ്ടകൾ ഉണ്ടായിരുന്നു. മുസ്ലിങ്ങളെ വെറുപ്പിക്കരുത്, മുസ്ലിങ്ങളെ വെറുപ്പിച്ചാൽ നമുക്കിവിടെ സമാധാനം കിട്ടില്ല. അങ്ങനെ മുസ്ലിങ്ങളെ സ്വാതന്ത്ര്യ സമരത്തിലേക്ക് ആകർഷിപ്പിച്ചു. പക്ഷെ മുസ്ലിങ്ങൾ ശ്രമിച്ചത് സ്വാതന്ത്ര്യ സമരത്തിന് വേണ്ടിയായിരുന്നില്ല, ഇസ്ലാമിക ഭരണത്തിന് വേണ്ടിയായിരുന്നു. എന്നിട്ട് മുസ്ലിം ഭൂരിപക്ഷ പ്രദേശങ്ങളിലൊക്കെ കോൺഗ്രസ്സുകാര് ഖിലാഫത്ത് മൂവ്മെന്റുകൾക്കാണ് വലിയ സ്വീകാര്യം ഉണ്ടായത്. അതായത് ഇസ്ലാമിക ഭരണം സ്ഥാപിക്കുക, ഇന്ത്യയെ മതവൽക്കരിക്കുക. അങ്ങനെ ഈ ഇസ്ലാമിക ഭരണത്തിനു വേണ്ടി ഇവര് മൗലാന മുഹമ്മദ് അലി, ഷൗക്കത്ത് അലി, ഇവരൊക്കെ ഗാന്ധിജിക്കൊപ്പം അണിനിരന്നു. 1920 ഓഗസ്റ്റില് മൗലാന ഷൗക്കത്ത് അലിയും ഗാന്ധിജിയും കോഴിക്കോട് കടപ്പുറത്ത് പ്രസംഗിക്കുന്നു ഒരുമിച്ച്. കോഴിക്കോട് അതിനു മുമ്പ് കണ്ടിട്ടില്ലാത്ത ഒരു വലിയ ജനസമുച്ചയമായിരുന്നു ഉണ്ടായിരുന്നത്. എന്നിട്ട് വള്ളുവനാട് താലൂക്കിലെ ഗ്രാമമായ കൽപ്പകഞ്ചേരി എന്നാണെന്ന് തോന്നുന്നു, അതിലെ 20,000-ഓളം പേരാണ് ഇസ്ലാമിക രാജ്യമാക്കണം ഇന്ത്യയെ എന്ന് പറഞ്ഞ് മുറവിളി കൂട്ടി ആ മീറ്റിംഗിൽ പങ്കെടുക്കുന്നത്. മലബാറിലെ എല്ലാ ഉൾനാടുകളിലും ഒരുപാട് കമ്മിറ്റികൾ രൂപീകരിച്ചു, മീറ്റിംഗുകൾ. അങ്ങനെ ജനങ്ങൾ ഒത്തുചേരാൻ തുടങ്ങി. മുഴുവൻ മുസ്ലിങ്ങളും ഇതിനെ നെഞ്ചിലേറ്റി. കാരണം ഗാന്ധിജിക്ക് കോൺഗ്രസ് നേതാക്കള് ഓരോ പ്രസംഗത്തിലും അഹിംസയുടെയും നിസ്സഹകരണത്തിന്റെയും ഒക്കെ പ്രാധാന്യം എടുത്തു പറയുന്നു. ജനങ്ങളെ സ്വാധീനിക്കാൻ കഴിയുന്ന വലിയ ഖിലാഫത്ത് നേതാക്കൾ, ഇതൊക്കെയാണ് ഗാന്ധിജി മുമ്പിൽ കണ്ടത്. പക്ഷെ അല്ല, അതിന്റെ പിന്നില് ഈ രാജ്യത്തിന്റെ മാറു പിളർത്തുക എന്ന ഒരു ലക്ഷ്യം കൂടി ഉണ്ടായിരുന്നു. കാരണം മുസ്ലിങ്ങളുടെ വികാരം ഇളക്കി വിടണം, എന്നിട്ട് അവരിനിപ്പോ രാജ്യം പിളർത്തി കിട്ടിയിട്ടില്ലെങ്കിൽ വലിയ പ്രശ്നം ഉണ്ടാക്കും എന്ന രൂപത്തിലേക്ക് ഇതിനെ കൊണ്ടുവരണമായിരുന്നു. അങ്ങനെ ഹിംസയുടെ മാർഗം ഇവര് സ്വീകരിക്കുമെന്ന് വ്യക്തമായി അറിയുന്നത് കൊണ്ട് തന്നെയാണ് ഇതിനൊക്കെ വേണ്ടി നിന്നത്. എന്നിട്ട് മലബാറിലെ മാപ്പിളമാര്
ആവേശത്തോടുകൂടി ഇസ്ലാമിക രാജ്യം ഈ ഇന്ത്യയെ മതവൽക്കരിക്കുന്നതിന് വേണ്ടി പല സ്ഥലങ്ങളിൽ നിന്നും പട്ടാളത്തെ അവര് തന്നെ ഇറക്കുവാണ്. അപ്പോ ബ്രിട്ടന്റെ പട്ടാളം അതൊന്നും അവർക്ക് പ്രശ്നമല്ല, അതിനെയൊക്കെ ഇവര് പരാജയമായിട്ടായിരുന്നു കണ്ടത്. എന്നിട്ട് പട്ടാളത്തിൽ നിന്നും പിരിച്ചുവിടപ്പെട്ട തൊഴിലില്ലാതെ നടക്കുന്ന ഒരുപാട് ആളുകൾ സൈനിക പരിശീലനം കൊടുക്കാൻ തയ്യാറാകുന്നു. ഖിലാഫത്ത് പ്രസ്ഥാനത്തിലേക്കും കോൺഗ്രസിലേക്കും വളണ്ടിയർമാരെ തിരഞ്ഞെടുക്കുന്നത് ഗവൺമെന്റിനെതിരെ ആക്രമണത്തിന് റിക്രൂട്ട് ചെയ്യുകയാണ് എന്ന് തെറ്റിദ്ധരിപ്പിച്ചു. അങ്ങനെ എന്തെല്ലാം കാര്യങ്ങളാണ് ഇവർ ഈ നാട്ടിൽ ചെയ്തത്. 1921 മലബാർ കലാപം എന്ന മാപ്പിള ലഹള ആജീവനാന്ത കാലവും നമ്മുടെ നാട് ചർച്ച ചെയ്യുക തന്നെ ചെയ്യണം. 10,000-ലധികം ഹിന്ദുക്കളല്ല തുർക്കിയിലെ അധികാരിയെ സ്ഥാനഭ്രഷ്ടനാക്കിയത്. അവരെന്ത് തെറ്റു ചെയ്തു? അനേകം ക്ഷേത്രങ്ങൾ തകർക്കപ്പെട്ടു. ഒരുപാട് ഹിന്ദുക്കളെ ഇവർ അരജീവനായും കാൽ ജീവനായും മുക്കാൽ ജീവനായും ഇട്ട് നരകിപ്പിച്ച് ചിത്രവധം നടപ്പിലാക്കി. ഒരു കാർഷിക വിപ്ലവത്തിന് എന്തിനാണ് ഹിന്ദുക്കളെ കൊല്ലുന്നത്? എന്തിനാണ് ക്ഷേത്രങ്ങൾ തകർക്കുന്നത്? ഇനി ബ്രിട്ടീഷുകാർക്കെതിരെയുള്ള സമരത്തിലാണെങ്കിൽ എന്തിനാ ഹിന്ദുക്കളെ കൊല്ലുന്നത്? സാമ്രാജ്യത്വ വിരുദ്ധ പോരാട്ടമാണെങ്കിൽ സ്ത്രീകളെ എന്തിനാണ് പിടിച്ചുകൊണ്ട് പോകുന്നത്? അവരുടെ സ്വത്തുക്കൾ എന്തിനാണ് കൊള്ളയടിക്കുന്നത്? മത അധ്യാപകരുടെ നേതൃത്വത്തിൽ മുസ്ലിം പള്ളികൾ കേന്ദ്രീകരിച്ചിട്ടാണോ സ്വാതന്ത്ര്യ സമരവും വിപ്ലവവും ഒക്കെ നടത്തേണ്ടത്? ഇപ്പോ നോമ്പ് മാസത്തില് പള്ളി ഖബർസ്ഥാനിൽ ഇവര് പ്രാർത്ഥിക്കുന്നു, അല്ലാഹു അക്ബർ വിളിച്ചിട്ടല്ലേ? കാർഷിക വിപ്ലവവും ദേശീയ സ്വാതന്ത്ര്യ സമരവും ഒക്കെ ആയിട്ട് തുടങ്ങുമ്പോ എന്തിനാണ് പള്ളി? അതായത് കൂട്ടമായ മതമാറ്റമായിരുന്നു അവരവിടെ ലക്ഷ്യം വെച്ചിരുന്നത്. ധീര വിപ്ലവകാരികൾ എന്നാണ് ഇവരെയൊക്കെ അവര് തന്നെ പറഞ്ഞിരുന്നത്. തുർക്കി ഖിലാഫത്തും നമ്മൾ ഈ ഇറാന്റെ വിഷയത്തിൽ ചർച്ചയ്ക്കെടുക്കുക തന്നെ വേണം. കാരണം ഇപ്പോ ഇറാന്റെ നേതാവ് മരണപ്പെട്ടപ്പോൾ പോലും, ഇപ്പോ ഹെലികോപ്റ്റർ അപകടത്തിലാണ് മരണപ്പെട്ടത്. ആ ഹെലികോപ്റ്ററിന് എന്തൊക്കെയോ പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു എന്ന് പറയുന്നുണ്ട്. ഇതിനു മുമ്പ് ഇത് അപകടത്തിലായിരുന്നു. ഇറാൻ കുറെ സാമ്പത്തിക പ്രതിസന്ധിയിലായതുകൊണ്ട് ഇറാന് ഇതൊന്നും നന്നാക്കാനുള്ള സമയം കിട്ടില്ല. കാരണം ആഗോള തീവ്രവാദം വളർത്താനുള്ള തിരക്കിലായിരുന്നല്ലോ. അതുകൊണ്ട് സ്വന്തമായിട്ട് സഞ്ചരിക്കുന്ന ഹെലികോപ്റ്റർ ഒന്നും ശരിയാക്കാനുള്ള സമയം കിട്ടിയിട്ടില്ല. എന്നിട്ട് പോലും മീഡിയ വണ്ണിന് ആരോ ഇബ്രാഹിം റൈസിയെ അലക്കിയതാണ് എന്ന് പറഞ്ഞു വെക്കണം. അതിനാണ് ഈ കൊല്ലപ്പെട്ടു എന്ന് ചോദിച്ചുകൊണ്ടിരിക്കുന്നത്. ആലോചിക്കണം. അല്ല, കഴിഞ്ഞ ദിവസം നമ്മൾ ഈ ചിന്തിക്കേണ്ട ഈ മീഡിയ വണ്ണിന്റെ കാര്യം പറഞ്ഞത് കൊണ്ട് പറയേണ്ടതുണ്ട്. പവി കെയർടേക്കർ എന്ന് പറയുന്ന ദിലീപിന്റെ ഒരു സിനിമ ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. 3 വിശുദ്ധ വ്യക്തിത്വങ്ങൾ ഇരുന്നു കൊണ്ട് ഈ ഒരു സിനിമയെ കുറിച്ച് ചർച്ച ചെയ്യുകയാണ്. അതായത് ഈ ദിലീപ് എന്ന് പറയുന്ന ഈ സിനിമാ നടന് 53-55 വയസ്സായി. അയാൾ കിളവനായി. അയാളുടെ സിനിമ ഇനി അയാൾ ജനപ്രിയ നായകനല്ല എന്നൊക്കെ പറഞ്ഞിട്ടാണ് ലോകോത്തര ചർച്ച വെച്ച ചാനലാണ്. അതുകൊണ്ട് തന്നെ അവരുടെ വാക്കുകൾക്ക് വേണ്ട, നമ്മുടെ രാജ്യം തന്നെ നിരോധിച്ചിട്ടുണ്ട് ആ ചാനൽ 1-2 തവണ. പിന്നീട് ആരുടെയൊക്കെ കാലും കൈയും പിടിച്ചുകൊണ്ട് മുന്നോട്ട് വന്നതാണ് എന്നുള്ളത് നമ്മൾക്കറിയാം. അത് ഏഷ്യാനെറ്റും കൂടെ ചേർന്നുകൊണ്ട് ആ നിരോധനം നേരിട്ട രാജ്യം തന്നെയാണ്. മറ്റൊരു സന്തോഷ വാർത്ത നമ്മളോട് പങ്കുവെക്കേണ്ടതുണ്ട്. നിയമ വിദ്യാർത്ഥിനി കൊല്ലപ്പെട്ട, അതായത് ജിഷ വധക്കേസിലെ പ്രതിയായിരുന്ന അമീറുൽ ഇസ്ലാമിന്റെ വധശിക്ഷ ശരിവെച്ചിട്ടുണ്ട് ഹൈക്കോടതി എന്നുള്ള വാർത്ത. അത് സത്യത്തിൽ ആരും അല്ലാതെ ശ്രദ്ധിച്ചിട്ടില്ല എന്നുള്ളതാണ്. മാധ്യമങ്ങൾ അത്ര പ്രാധാന്യം നൽകിയിട്ടില്ല എന്നുള്ളതുമാണ് ഇവിടെ നമ്മൾ ചർച്ച ചെയ്യേണ്ട. ഇപ്പൊ ടീച്ചർ 921 വിഷയം പറഞ്ഞതുകൊണ്ട് ടീച്ചറെ, എന്നോട് പലരും ചോദിക്കാറുണ്ട്, നീ എങ്ങനെയാണ് ഇത്ര തീവ്രമായിട്ട് ചിന്തിക്കുന്ന രീതിയിലേക്ക് മാറിയത് എന്നുള്ളത്. കാരണം എൻ്റെ ഒരു ലൈഫ് 2014 ശേഷമാണ് ഞാൻ പൂർണ്ണമായിട്ടും ഈ ഒരു തീവ്ര ചിന്താഗതിയിലേക്ക് വന്നിട്ടുള്ളത്. അതല്ലെങ്കിൽ എൻ്റെ മതത്തെക്കാളുപരി ഈ ഇസ്ലാം എന്ന് പറയുന്ന കമ്മ്യൂണിറ്റിയെ കുറിച്ച് തീവ്രമായിട്ട് ഞാൻ പ്രതികരിച്ചു തുടങ്ങിയത്. കാരണം അതിനുശേഷമാണ് ഞാൻ ഈ 1921 കൃത്യമായുള്ള ചരിത്രം കുറേശ്ശെ പഠിക്കാൻ തുടങ്ങിയത്. അത് പഠിച്ച് ഏകദേശം ഒരു പൂർണ്ണതയിലേക്ക് എത്തിയ സമയം കൊണ്ട് തന്നെയാണ് നമ്മൾ ചാനൽ തുടങ്ങുന്നതും അതിലൂടെ കൃത്യമായിട്ട് നമുക്ക് പ്രതികരിക്കാനുള്ള ആ ഒരു പ്ലാറ്റ്ഫോം വന്നിട്ടുള്ളതും. ഏകദേശം എൻ്റെ 20 കിലോമീറ്റർ ചുറ്റളവ്, അതിനുശേഷം എടുക്കുകയാണെങ്കിൽ 60 കിലോമീറ്റർ ചുറ്റളവ് കോട്ടക്കൽ എന്ന് പറയുന്ന സ്ഥലത്തേക്ക് 60 കിലോമീറ്ററിന് അടുത്ത് വരുന്നുണ്ട്. പക്ഷെ എൻ്റെ 20 കിലോമീറ്റർ ചുറ്റളവിലാണ് ഈ തുവൂർ കിണറൊക്കെ വരുന്നത്. മാത്രമല്ല നിലമ്പൂർ കോവിലകം വരുന്നത് 12 കിലോമീറ്റർ അടുത്താണ് വരുന്നത്. അത്രയ്ക്കും ഒട്ടേറെ കോവിലകങ്ങൾ ചുറ്റും, അമരമ്പലം കോവിലകം വരുന്നുണ്ട്, നിലമ്പൂർ കോവിലകം വരുന്നുണ്ട്. അങ്ങനെ പറയുന്നതും പറയപ്പെടാത്തതുമായിട്ടുള്ള, ഈ 921 ചരിത്രത്തിൽ പറയുന്നതും പറയപ്പെടാത്തതുമായിട്ടുള്ള ഒരുപാട് കോവിലകങ്ങൾക്ക് നടുവിലാണ് ഞാൻ ജനിച്ചു വളർന്നിട്ടുള്ളതും. ഞാൻ കേട്ട് പഠിച്ചിട്ടുള്ളത്, കേട്ട് വളർന്നിട്ടുള്ളത് എന്റെ പിതാമഹന്മാരെ ജീവനോടെ കഴുത്ത് വെട്ടിയ വാരിയംകുന്നൻ എന്ന് പറയുന്ന കൊടും ഭീകരവാദിയാണ്. ആ ഭീകരവാദിയെ ആരാധിക്കുന്ന വർഗങ്ങളോട് ഞാൻ ഈ രീതിയിലല്ലാതെ എങ്ങനെയാണ് പ്രതികരിക്കുക എന്നത് വലിയ ചോദ്യം തന്നെയാണ്. കാരണം ഞാൻ പഠിച്ചതൊക്കെ മുസ്ലിം സ്കൂളിൽ പഠിച്ചിട്ടുണ്ട്. ഞാൻ 5 മുതൽ 7 വരെ ഞാൻ മുസ്ലിം സ്കൂളിലാണ് പഠിച്ചിരുന്നത്.
ആ പഠിക്കുന്ന സമയം മുതൽ പിന്നീട് സർക്കാർ സ്കൂളുകളിൽ തന്നെ നമ്മൾ 79 ജനിച്ചവരൊക്കെ അറിയാൻ പറ്റും, 80കളിലൊക്കെ ജനിച്ചിട്ടുള്ള ആളുകൾ പൂർണ്ണമായിട്ട് സർക്കാർ സ്കൂളുകളെ തന്നെ ആശ്രയിച്ചായിട്ട് പഠിച്ചിട്ടുണ്ടാവുക. അതുകൊണ്ട് തന്നെ മിക്സ്ഡ് സ്കൂളിൽ പഠിച്ചിട്ടുള്ള എൻ്റെ ഏറ്റവും അടുത്ത സുഹൃത്ത് മുസ്ലിം സുഹൃത്തുക്കളാണ്, പിന്നെ അതുപോലെ പെന്തക്കോസ് പോലുള്ള ക്രൈസ്തവ സുഹൃത്തുക്കളും തന്നെയാണ്. പക്ഷെ അവർക്ക് കൃത്യമായിട്ടും അറിയാം അവരിലുള്ള ഒരുത്തനുണ്ട് ഇസ്ലാമിക ജിഹാദിസം പൂർണ്ണമായിട്ട് വിഴുങ്ങി ജീവിക്കുന്നവൻ. അവനല്ലാത്ത ബാക്കിയുള്ള എന്നെ അറിയുന്ന ഇസ്ലാമിക സുഹൃത്തുക്കൾക്കും